ഡോക്ടർ സുൽഫി കൂടി ചേരുകയാണ്. ഡോക്ടർ സുൽഫി, മുമ്പ് അനുഭവമുള്ളതാണ് നിപയെ എങ്ങനെ പ്രതിരോധിച്ചു എന്ന്. അന്ന് കൃത്യമായി കോൺടാക്ട് ട്രേസിംഗ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ മേഖലയെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് രോഗം പടരാതിരിക്കുവാനുള്ള അതീവ ശ്രദ്ധ ചെലുത്തുകയും നിപയെ വളരെ പോസിറ്റീവായിട്ട് പ്രതിരോധിക്കുവാനും കഴിഞ്ഞിരുന്നു. ആ ഒരു അനുഭവം ഇപ്പോഴും ഗുണകരമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ. പക്ഷെ ഇപ്പോൾ നിപ അത്ര മാരകമൊന്നുമല്ല, അത് കുഴപ്പമില്ല, അതങ്ങനെ പടരില്ല എന്ന് വിശ്വസിച്ച് പൂർണ്ണമായിട്ടും ഇരിക്കുവാനും പറ്റുകയില്ലല്ലോ. അബ്സല്യൂട്ട്ലി. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിപ പ്രതിരോധത്തിലുണ്ടായ ഒരു പരിചയം ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ പലതവണ നമുക്ക് ഇൻഫെക്ഷൻ വന്നപ്പോഴൊക്കെ തന്നെയും നമുക്കത് ഫലപ്രദമായിട്ട് കോൺടാക്ട് ട്രേസിംഗിലൂടെയും രോഗത്തിന്റെ പകർച്ചവ്യാധി തടയുന്നതിലൊക്കെ നാം വളരെയധികം ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിപ അത് ഗുരുതരമായ രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ നമുക്ക് ഇതിനകത്തൊരു പോസിറ്റീവ് വശം, പകരില്ല എന്ന് പറയുന്നതിന് ചില അടിസ്ഥാന കാര്യങ്ങളും കൂടി കൊണ്ട് നിപ പലപ്പോഴും ലോകത്തെമ്പാടുമുണ്ടായ എല്ലാ ഇൻഫെക്ഷൻസും, ആദ്യ കാലഘട്ടം മുതൽ ഉണ്ടായ എല്ലാ ഇൻഫെക്ഷൻസും ഒരു ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തില് ആ മേഖലകളിലെ ഏറെ രോഗികളെ ബാധിക്കുമെങ്കിൽ പോലും അവിടെ വളരെ വ്യാപകമായി പടർന്നു പിടിക്കില്ല. അതാണ് നമ്മൾ കാണേണ്ട പോസിറ്റീവ് വശം. ഇപ്പോൾ മലപ്പുറത്ത് ഒരു കേസ് വരുന്നത്, കോഴിക്കോട് ഒരു കേസ് വരുന്നത്, കേരളം മുഴുവൻ നിപ വരുമെന്നുള്ള ഭീതിയുടെ ഒരു ആവശ്യവും തന്നെ ഇല്ല. അങ്ങനെ പടരാനുള്ള സാധ്യത തീരെയില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അവിടുത്തെ ആ സെലക്ടഡ് പോക്കറ്റ്സുകളിൽ കുറച്ച് രോഗികൾ ഉണ്ടാകും. അത് ട്രേസ് ചെയ്യുകയും നമുക്കത് മുമ്പുണ്ടായ പരിചയം നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ തീർച്ചയായിട്ടും കരുതൽ വേണം. കാര്യം ഇതിന്റെ ഫെറ്റാലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അത്തരം ഒരു മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത പരിപൂർണമായിട്ടും എഫക്റ്റീവായിട്ട് തടയാൻ കഴിയണം. അത്തരം ഒരു നടപടികൾ കൃത്യമായിട്ട് സ്വീകരിച്ചു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും മുൻകാല പരിചയം, നിപയുമായി ബന്ധപ്പെട്ടുള്ള പരിചയവും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണ നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ സഹായകരമാകും എന്നുള്ളതാണ് വസ്തുത. ശരി, ആരോഗ്യമന്ത്രി ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. നിപയെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ ചർച്ചയാവുകയാണ്. ഡോക്ടർ